ഹലോ ഗായ്സ്, വെൽക്കം ടു വിഎസ് വ്ളോഗ്സ്. ഇന്ന് നമ്മുടെ അന്നുമണിയുടെ 3ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. ചെറിയ രീതിയിൽ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ 2 വട്ടം നല്ല രീതിയിൽ ആഘോഷിച്ചു. ഈ വട്ടം ഒന്ന് ചെറുതാക്കാം. ഈ വട്ടം അന്നുമണിക്ക് ഒരു സർപ്രൈസാണ്. ആളിപ്പോൾ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ ആയിട്ടുള്ളൂ. ആളെ ഇരിക്കാനൊരു 8:30 ആവും. അപ്പോൾ അതിനുള്ള സെറ്റൊക്കെ ചെയ്ത് ഞെട്ടിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. ഞെട്ടുമെന്ന് അറിയില്ല. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഈ 3 എവിടെ വെക്കണം എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ഇവിടെ വെച്ചൊക്കെ നോക്കുന്നുണ്ട്. അവസാനം ഞാൻ സ്ഥലം ഫിക്സ് ചെയ്ത് ഒട്ടിച്ച് വെച്ചു കേട്ടോ. പിന്നെ ബാക്കി വന്ന ബലൂൺ അവിടെ ഇവിടെയൊക്കെ കുത്തി കയറ്റിട്ടോ. കുറച്ച് അലങ്കോല പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കിതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല, എന്നാലും ഒപ്പിച്ചു. ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ അന്നുമോളുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ അന്നുമോ. രാവിലെ എണീറ്റിരിക്കുകയാണ്. മൂക്ക് വലിച്ചിരിക്കുന്ന ബർത്ത്ഡേ ഉണ്ടെന്ന് ഒന്നുകൂടി വലിച്ചേ. മൂക്കിലോ ഇല്ലല്ലേ. നമ്മൾ ബ്രഷൊക്കെ ചെയ്തിട്ട് സുന്ദരിയായിട്ട് തന്നെ സർപ്രൈസ്. ഇതാണ് അന്നുവിനുള്ള സർപ്രൈസ്. അന്നു ആണെങ്കിൽ കട്ട സ്പൈഡർമാൻ ഫാനാണ്. അപ്പോൾ ഈ വട്ടം സ്പൈഡർമാൻ തന്നെ ഇരിക്കട്ടെ വെച്ചു. റെഡി 1 2 3. ഇതെന്താ അന്നു? ഇഷ്ടാണോ? അന്നമ്മ അടുത്ത് ചോട്ടതല്ലേ അവനെ നോക്കി. ഗൈസ്, ഇതാണ് നമ്മുടെ വീട്ടിൽ പുതുതായി വന്ന സ്പൈഡർമാൻ. സ്പൈഡർമാൻ, ഇറ്റ്സ് യുവർ ബർത്ത്ഡേ. സ്പൈഡർമാൻ ഭയങ്കര കലിപ്പിലാണ് ഗൈസ്. സ്പൈഡർമാൻ ഇങ്ങനെ ചിരിക്കാറില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യാം സ്പൈഡർമാൻ, ഇങ്ങനെ ചെയ്യാം. അല്ലേ? ഇതെന്താ ഇതില് സ്പൈഡർമാൻ ഉണ്ടാ? കേക്ക് മുറിക്കാ. കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും ഷെയർ ചെയ്തു കേട്ടോ. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അന്നുവിൻ്റെ ഗിഫ്റ്റ് അൺബോക്സിങ് ആണ്. അന്നുവിൻ്റെ ആദ്യത്തെ ഗിഫ്റ്റ് ഒരു സൂപ്പർമാൻ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അമ്മാമ്മ ഗിഫ്റ്റ് കൊടുത്തു. എല്ലാ ഗിഫ്റ്റും അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. അത് പിന്നെ നമുക്കറിയാലോ എന്തൊക്കെയാണ് അവൾക്ക് ഇഷ്ടം എന്നുള്ളത്. അതനുസരിച്ചിട്ടാണ് നമ്മളെല്ലാം വാങ്ങിയത് തന്നെ. അതവളുടെ ഫേസിലുണ്ട്, അവളുടെ മുഖം കണ്ടാലും അറിയാം. ഇതൊരു വെറൈറ്റി സാധനം കേട്ടോ. ഈ സാധനം ഒരു ക്യാപ്സ്യൂള് പോലെയാണ്. അത് ചൂടുവെള്ളത്തിലിട്ടാൽ വൈൽഡ് അനിമൽസ് ആയിട്ട് വരും. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് അത് കാണുന്നത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അവൾക്കും അതെ. പിന്നെ ഇത് തുറന്നു നോക്കിയപ്പോൾ ആൾ ആദ്യം വിചാരിച്ചു ഇതിലൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. ആ മുഖത്തെ എക്സ്പ്രഷൻ അതാണ് കേട്ടോ. പിന്നെ തിരിച്ചപ്പോൾ മനസ്സിലായി ആൾക്ക് ഇഷ്ടമുള്ള സാധനമാണ്. അങ്ങനെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് സാധനം എടുത്ത് കളികളൊക്കെ തുടങ്ങി. എന്തായാലും ആൾ ഭയങ്കര ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. ബൈ ബൈ.